ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. കണ്ടില്ലേ, നല്ല നൈസായിട്ടുള്ള അപ്പമാണ്. ലെയറായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി എടുക്കാം. അത് നന്നായിട്ടൊന്ന് കഴുകി അതിലേക്ക് നിറച്ചും വെള്ളം ഒഴിച്ചൊരു 3-4 മണിക്കൂർ മാത്രം നമുക്ക് കുതിർത്തെടുക്കാം. ഒരുപാട് സമയം സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇഡലി ചെമ്പ് അടുപ്പത്ത് വെക്കാം. ഇഡലി തട്ട് അങ്ങ് തിരിച്ച് വെക്കുവാണേ. നമുക്ക് ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല. വേണമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവിയിട്ടുള്ളത്. ഇത് ഇഡലി ചെമ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതലായിട്ട് വെക്കണേ. അപ്പം അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല തൂവെള്ള കളറിലുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള അപ്പം കിട്ടും കേട്ടോ. എൻ്റെ വീട്ടിൽ അത്ര തൂവെള്ളയൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് ചോറാണ്. ചോറ് എടുക്കുന്ന സമയത്തും വെള്ള ചോറാണെന്നുണ്ടെങ്കിൽ അപ്പത്തിന് ആ ഒരു നല്ലൊരു വെള്ള കളർ കിട്ടും. ഞാൻ പക്ഷേ മട്ട റൈസാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ കപ്പിന് പകരം ഗ്ലാസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എല്ലാം എടുക്കുക. ചോറിൻ്റെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഈ ഒരു അളവിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്കൊരു 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. 1 കപ്പ് മുഴുവനും ആദ്യമേ ഒഴിക്കണമെന്നില്ല. ഒരു 1/2 കപ്പൊക്കെ ഒഴിച്ച് ഒന്ന് അരച്ച് വേണമെങ്കിൽ കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും. വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലൂസായിരിക്കണമെന്ന് ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്. നീർദോശയുടെയൊക്കെ ആ ഒരു മാവിനെ കഴിഞ്ഞും ഇച്ചിരി കൂടെ കട്ടി വേണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് റെഡി. ഇതിൽ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ യാതൊരു സംഭവവും വേണ്ട. ഇതിങ്ങനെ തന്നെ മതി. പിന്നെ റെസ്റ്റ് ചെയ്യാൻ പോലും വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ മാവ് ഓരോ സ്പൂണായിട്ട് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്ത ചെറിയ തവിയായി പോയി കേട്ടോ. അതുകൊണ്ട് ഒരു 1.5 തവിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് ഒഴിക്കണ്ട. അതൊന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് മാത്രം മതി. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഞാൻ തവി ഒന്ന് മാറ്റുകയാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയൊരു തവി എടുത്തിട്ടുണ്ട്. അപ്പം 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും തുറന്ന് നോക്കാം കേട്ടോ. നമ്മൾ തുറക്കുമ്പോഴത്തേക്കും മാവൊന്നും കയ്യിലൊട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി കയ്യിലൊട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണിലാക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തീരെ കുറച്ച് ആക്കി പോകരുത് കേട്ടോ. ബ്രഷ് വെച്ചിട്ടൊന്നും തികക്കരുത്. ഇതുപോലെ സ്പൂണിൽ തന്നെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം. വെളിച്ചെണ്ണ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ലെയറാക്കി പൊളിച്ചെടുക്കാൻ പറ്റില്ല. എല്ലായിടത്തും എണ്ണ ആയതിനു ശേഷം അടുത്ത ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 തവിയോളം ഒഴിച്ചാൽ മതിയാകും. ഇത് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ടുണ്ട്. ഒന്ന് ചരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത 2 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. അടുത്ത ലെയറിന് വേണ്ടി എണ്ണ തേച്ച് കൊടുക്കാം. എല്ലാ ലെയറും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം ലെയറായിട്ടൊക്കെ ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെയറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒന്നും തേക്കാതെ തന്നെ നമുക്കതിന് എടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ അത് കുറച്ച് കട്ടിയായിട്ടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നൈസായിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇതള റോട്ടി എന്നൊക്കെ പറയും. ജീരകശാല റൈസും തേങ്ങാപ്പാലും ഒക്കെ വെച്ചുണ്ടാക്കുന്നത് ഒരപ്പമുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം. ഏകദേശം അതേ രീതിയിലുള്ള ഒരു അപ്പമാണ്. പക്ഷെ അതിന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ മതി. റൈസ് ആണെങ്കിലും നമ്മുടെ നാടൻ പച്ചരി തന്നെ മതി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. നമുക്കിത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു രസമാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയും ഈ അപ്പം തന്നെ മതി എന്ന് പറയും. അത്രയും സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു അപ്പമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇടയ്ക്കൊന്ന് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കാരണം അതിനാണ് വെള്ളം കുറച്ച് കൂടുതലേ ആദ്യം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് സൈഡിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി. ലാസ്റ്റ് ലെയറും വെന്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് തണുക്കരുത്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കണം. ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ട് ചൂട് മാറി നമുക്ക് കൈ ഒന്ന് പിടിക്കാൻ പാകത്തിന് ചൂട് മാറിയാൽ മതി. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ കത്തിയോ അല്ലെങ്കിൽ തവിയോ വെച്ചൊന്ന് വിടിയിച്ചു കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ 4 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് നമുക്ക് ലെയറാക്കി എടുക്കാം. പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത് ചൂടോടുകൂടി തന്നെ ലെയറാക്കി എടുക്കണേ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ലെയറാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സമയമുള്ളപ്പാണെങ്കിൽ ഞാൻ ഇതുപോലെല്ലാം ലെയറാക്കിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയൊക്കെ വെക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പറയും കഴിക്കുന്ന സമയത്ത് താനേ പൊളിച്ചങ്ങ് കഴിച്ചാൽ മതിയെന്ന്. ലെയറാക്കി കഴിക്കാൻ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലെയറാക്കി തന്നെ എടുക്കുകയാണ്. മിക്കവാറും ലെയറാക്കി തന്നെ വെക്കാറുണ്ട് കേട്ടോ. ഇതുണ്ട്, പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വന്നിട്ടുണ്ട്. എന്ത് നൈസായിട്ടുള്ള അപ്പമാണത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പെട്ടെന്ന് തന്നെ വരും. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ വരാൻ നല്ല പാടായിരിക്കും. അതുപോലെ ചൂടോടുകൂടി തന്നെ ലെയറാക്കി എടുക്കാനും മറന്നുപോലെ. അപ്പം എല്ലാം ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ഇടാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, മുറിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രമാത്രം സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് നമുക്ക് കറി കൂട്ടി കഴിക്കാം. കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പമാണ്. മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ അപ്പത്തിന്. മുട്ടക്കറി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൂ ആക്കാം, അല്ലെങ്കിൽ വെറും തേങ്ങാപ്പാലും പഞ്ചസാരയും നല്ല കോമ്പിനേഷനാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും കഴിക്കുന്നത് നിർത്താനേ തോന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി മറ്റേ പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാം ലെയറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ റെഡിയാക്കി ലെയറായിട്ടങ്ങ് വെച്ചിരുന്നാൽ മതി. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോന്നായിട്ടങ്ങ് എടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.